മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന ഹർജിയിൽ നോട്ടീസ് അയച്ചിരിക്കുന്നു സുപ്രീം കോടതി. കേന്ദ്രത്തിനും കേരളത്തിനും തമിഴ്നാടിനുമാണ് നോട്ടീസ് അയച്ചത്. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, എന്താണ് കോടതി നടപടി? അനുജ, സേവ് കേരള ബ്രിഗേഡ് എന്ന സംഘടനയാണ് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നൊരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിലാണ് കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിനും കേരളത്തിനും തമിഴ്നാടിനും ഉൾപ്പെടെയുള്ള കക്ഷികൾക്കാണ് ഈ നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിരവധി ഹർജികൾ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അതിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയുള്ള ഹർജികൾ പരിഗണനയിലാണ്. എന്തായാലും അതിനൊപ്പം ഈ മറ്റൊരു ഹർജി എന്ന നിലയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇതും പരിഗണിച്ചിരിക്കുന്നത്. ഈ ഹർജിയിലെ ആവശ്യം അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണം എന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അനുജ. ആർ അച്യുതൻ, ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.